സ്വന്തം ആവശ്യത്തെക്കാളേറെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കലാണ് യഥാർത്ഥത്തിൽ നിസ്വാർത്ഥത. ഉദാരതയുടെ ഏറ്റവും ഉയർന്ന ഭാവമാണിത്. എന്നാൽ പിശുക്കിനുമുണ്ട് ഇങ്ങനെ തീവ്രമായൊരു മുഖം. അത്യാവശ്യത്തിന് പോലും ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നതാണ് ഇത്തരക്കാർ. ഈ രണ്ട് സ്വഭാവമുള്ളവരും തമ്മിൽ അന്തരം എത്രമേൽ വലുതായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ് സൽസ്വഭാവം ലഭിക്കുക എന്നുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ഏതൊരാളും ആഗ്രഹിച്ച കാര്യത്തെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മദീനയിൽ എത്തിയത് മുതൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം 3 ദിവസം തുടർച്ചയായി വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ ഇതുതന്നെയായിരുന്നു സ്ഥിതി. ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു അതിഥി വന്നു. വീട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഒന്നുമില്ലായിരുന്നു. അൻസാരിയായ ഒരു സഹാബി ആ സമയം തന്നെ അവിടെ എത്തിയിരുന്നു. അദ്ദേഹം അതിഥിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിഥിയുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പി വെച്ചു. ഭക്ഷണത്തിനിരിക്കുന്ന സമയം വിളക്കണയ്ക്കാൻ വേണ്ടി ആ സ്വഹാബി ഭാര്യയെ ഏൽപ്പിക്കുകയും അദ്ദേഹം അതിഥിയുടെ കൂടെ ഭക്ഷിക്കുന്നത് പോലെ അഭിനയിക്കുകയും ചെയ്തു. പ്രഭാതമായപ്പോൾ ആ സ്വഹാബി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരയെത്തി. ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങൾ അതിഥിയോട് ചെയ്ത പ്രവൃത്തിയിൽ അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു. സൂറത്തുൽ ഹശ്റിലെ സൂക്തം ഇതുതന്നെയായിരുന്നു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിൻ്റെ ആകത്തുക ഇങ്ങനെയാണ്: തങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നിട്ട് പോലും സ്വന്തത്തെക്കാൾ അവർ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. ഈ സ്വഭാവം ഉദാരതയുടെ പാരമ്യതയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവർ കണ്ടുപഠിച്ച, മനസ്സിലാക്കിയ ജീവിതശൈലിയായിരുന്നു ഇത്. സ്വന്തത്തെക്കാളേറെ പ്രാധാന്യം അവരന് നൽകിയുള്ള സ്നേഹജീവിതം, അതായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവർ പകർന്നെടുത്തത്. എവിടെയും കൊള്ളയും കൊലയും മറ്റുള്ളവനെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വന്തത്തിൽ ലാഭമുണ്ടാക്കണമെന്നുള്ള മാനസികമായ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാലമായ ജീവിതത്തിലെ വിശാലമായ ഏടുകൾ നാം മറച്ചു നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ശറഫാക്കപ്പെട്ട മുഖത്ത് നോക്കാൻ കഴിയുക? അള്ളാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ച് അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ, നല്ല സൽസ്വഭാവികളായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കിട്ടുന്ന നല്ല ഉമ്മത്തിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.